വിച്ച് ഹാറ്റ് അറ്റികളുടെ പുതിയ ഭാഗം തുടങ്ങുന്നത് നമ്മുടെ അഗോത്തിൻ്റെ ഒരു വലിയ തിരിച്ചറിവിലൂടെയാണ്. കോക്കോയെക്കുറിച്ചുള്ള അവളുടെ ചിന്തകളൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. കോക്കോ വെറും ഒരു ഔട്ട്സൈഡർ അല്ലെന്നും അവൾ നന്നായി പഠിച്ച് ബാക്കി മന്ത്രവാദികളെ പോലെ തന്നെ മിടുക്കിയാകുമെന്നും അഗോത്തിന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ സമയം നമ്മുടെ കോക്കോ അവിടെ തകർത്ത് പഠിക്കുകയാണ്. ഓരോ സ്പെല്ലും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പെങ്കൊച്ചിനിപ്പോൾ മാജിക്കിൽ നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മാസ്റ്റർ കിഫ്രി പറയുകയാണ് കോക്കോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്ന്. ആദ്യമായി കണ്ടപ്പോൾ അവൾ തുണിയിലായി നേർരേഖ വരച്ച ഓർമ്മയില്ലേ, അതുപോലെ തന്നെ മന്ത്രങ്ങളിലും സ്ട്രെയിറ്റ് ലൈൻസ് അവൾ കൃത്യമായി തന്നെ വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നേർരേഖകൾ വരയ്ക്കുന്ന സ്പെല്ലുകളിൽ നല്ല കരവിരുതുണ്ട്. ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ സ്പെഷ്യാലിറ്റികൾ കണ്ടെത്താൻ കഴിയുമെന്നും കിഫ്രി അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കേട്ട് ഫുൾ എനർജറ്റിക് ആവുന്ന കോക്കോ പലതരത്തിലുള്ള പുതിയ സ്പെല്ലുകൾ തിരയാൻ തുടങ്ങുന്നു. കിഫ്രി അതിന് വേണ്ടിയിട്ട് കുറേ വിവിധ മന്ത്രങ്ങളുള്ള പുസ്തകങ്ങളും കൊടുത്തങ്ങനെ അവൾ ഓരോ വെറൈറ്റി മന്ത്രങ്ങളും നോക്കി അതിശയിച്ചിരിക്കുകയാണ് റിച്ചെ വരുന്നത്. ആ നീലമുടിക്കാരിയോടും ഇതുപോലെ പുതിയ സ്പെല്ലുകൾ നോക്കാൻ അവൾ പറയുന്നു. പക്ഷേ അതോടെ റിച്ചയ്ക്ക് കലിപ്പാവുകയാണ്. പുതിയത് പഠിക്കാൻ താല്പര്യമില്ലാത്ത അവൾ കിഫ്രിയുമായി ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കോക്കോ വെറുതെ ഇരിക്കുമോ? അവൾ റിച്ചയുടെ പിന്നാലെ വെച്ച് പിടിച്ചു. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം കോക്കോ കാണുന്നത്. റിച്ചയുടെ റൂമിൽ ഒരു രഹസ്യ ഭൂഗർഭ താവളം അഥവാ ഒരു അണ്ടർഗ്രൗണ്ട് ഹൈഡ് ഔട്ട് ഉണ്ട്. അതീവ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തൊരു സ്ഥലം. റിച്ച് സ്വന്തമായി ഉണ്ടാക്കിയ മാലിയബിൾ ക്രിസ്റ്റൽസ്, അതായത് രൂപം മാറ്റാൻ കഴിയുന്ന മാന്ത്രിക ക്രിസ്റ്റലുകൾ കൊണ്ടാണ് ആ സ്ഥലം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത്. റിച്ചയോടെ പിണങ്ങിയിരിക്കുകയാണെങ്കിലും കോക്കോയ്ക്ക് തൻ്റെ മാജിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതോടെ അവളുടെ ദേഷ്യമൊക്കെ പതുക്കെ തണുത്തു. സമ്മാനമായി അവൾ ഉണ്ടാക്കിയ ഒരു ക്രിസ്റ്റൽ കോക്കോയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആ ഒരു ഗ്യാപ്പിൽ കോക്കോ ധൈര്യം സംഭരിച്ച് റിച്ചയോട് ആ ചോദ്യം ചോദിക്കുകയാണ്, നിനക്കെന്താ ഈ പുതിയ സ്പെല്ലുകൾ പഠിക്കുന്നതിൽ ഇത്രയ്ക്ക് വെറുപ്പ്? അപ്പോഴാണ് റിച്ചയുടെ ഉള്ളിലെ ആ യഥാർത്ഥ പേടി പുറത്തു വരുന്നത്. തൻ്റെ മാജിക് മറ്റുള്ളവരോ അധ്യാപകരോ നിയന്ത്രിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമല്ല. പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെന്നെ ഞാനല്ലാതാക്കി മാറ്റുമോ, തൻ്റെ തനിമ നഷ്ടപ്പെടുത്തുമോ എന്നൊരു ഭയം അവളുടെ ഉള്ളിലുണ്ട്. ഈ ഒരു നേരത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നുണ്ട്. റിച്ചെ അവളുടെ കൂടെപ്പിറപ്പ് പോയി സംസാരിക്കുന്നതാണത്. അവളുടെ സ്പെല്ലുകളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു കൂടെപ്പിറപ്പ്. പക്ഷേ പിന്നീട് റിച്ചയെ ഒരു മന്ത്രവാദിയുടെ അപ്രൻറ്റീസാക്കി അവളെ തനിച്ചാക്കി എങ്ങോട്ടോ പോയി. തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് റിച്ചെ കരുതുന്നത്. ആ ഒരു നീറ്റൽ അവൾക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്ത് മുകളിൽ കിഫ്രിക്ക് രണ്ടാമത്തെ പരീക്ഷണത്തിൻ്റെ തീയതി അറിയിച്ചുകൊണ്ടുള്ളൊരു കത്ത് കിട്ടുന്നു. കറക്റ്റ് സമയത്ത് അഗോത്ത് അങ്ങോട്ടേക്ക് വരികയും അവൾക്ക് ആ സന്തോഷ വാർത്ത അപ്പോൾ തന്നെ അറിയാൻ കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കിഫ്രിയും അഗോത്തും ബാക്കിയുള്ളവരും ചേർന്ന് ആ രണ്ടാമത്തെ ടെസ്റ്റ് നടക്കുന്ന സെർപ്പൻ ബാക്ക് കേവിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് അവർ ഇയുനി എന്നു പേരുള്ള മറ്റൊരു സ്റ്റുഡൻറ്റിനെ കാണുന്നു. പക്ഷെ അവൻ്റെ മാസ്റ്റർ നമ്മുടെ കിഫ്രിയെ പോലെ നല്ലവനല്ലായിരുന്നു. ഇതിനു മുമ്പ് 2 വട്ടം പരീക്ഷ തോറ്റതിൻ്റെ പേരിൽ ആ ക്രൂരനായ അധ്യാപകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പാവം പയ്യനെ പരസ്യമായി നാണം കെടുത്തുകയും ശകാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തതായി പരീക്ഷാ സൂക്ഷിപ്പുകാരിയ പ്രോക്ടർ അലൈറ അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ ട്വിസ്റ്റുണ്ട്, അവളൊരു ഭീമാകാരനായ ബ്രഷ് ബഡ്ഡിയുടെ വേഷം കിട്ടിയാണ് വരുന്നത്. ഈ അലൈറയെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, കിഫ്രി ദ ഗ്രേറ്റ് ഹോളിലെത്തിയ സമയത്ത്. അങ്ങനെ ഇപ്പോൾ വന്നപാടെ അലൈറ പരീക്ഷയുടെ നിയമങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സെർപ്പൻ ബാക്ക് കേവിൻ്റെ പ്രവേശന കവാടം, അവിടെ മുതൽ അതിൻ്റെ അവസാനം വരെ തങ്ങൾക്ക് തരുന്ന ലക്ഷ്യത്തെ സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ടാസ്ക്. ആ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ പരീക്ഷാർത്ഥികളെല്ലാവരും മിർഫോൺസ്, കാണാനൊരു പെൻഗുലിനെ പോലുള്ളൊരു ജീവി, അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വേഷം മാറണം. എന്നിട്ട് ഈ മിർഫോണുകളുടെ കുഞ്ഞുങ്ങളെ അവിടെ ആദ്യത്തെ കൂട്ടം തെറ്റിയുള്ള യാത്രയിൽ, അതായത് മൈഗ്രേഷനിൽ ഉടനീളം സഹായിക്കണം. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ വെറുമൊരു ഗുഹയല്ല, ചതിക്കുഴികളും വഴിത്തിരിയലുകളും നിറഞ്ഞ ഭയങ്കരമായൊരു മാജിക്കൽ റൂയിൻസ് ആണ്. നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലൈറ ഓരോ മിർഫോൺ കുഞ്ഞുങ്ങളെയും യൗവനിക്കും അഗോത്തിനും നോക്കാൻ കൊടുക്കുന്നു. പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ മൂന്നാമതൊരു കുഞ്ഞിനെ റിച്ചയ്ക്കും കൊടുക്കുകയാണ്. താൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പോലുമില്ലല്ലോ എന്ന് റിച്ച് അന്തം വിട്ട് നിൽക്കുമ്പോൾ കിഫ്രി ആ രഹസ്യം വെളിപ്പെടുത്തുന്നു. അവളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തത് മറ്റാരുമല്ല, കിഫ്രി തന്നെയാണ്. ഈ പരീക്ഷയിലൂടെ അവൾക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനും കിഫ്രി റിച്ചയോട് പറയുന്നു. ആദ്യം നല്ല കലിപ്പിലായെങ്കിലും ഒടുവിൽ റിച്ച തൻ്റെ മാസ്റ്ററെ വിശ്വസിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവളൊരു താക്കീത് നൽകുന്നുണ്ട്, ഈ പരീക്ഷ കാരണം എൻ്റെ സ്വന്തം വ്യക്തിത്വം എനിക്ക് നഷ്ടമായാൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെ ഒടുവിൽ ആ വലിയ യാത്രയും പരീക്ഷയും ആരംഭിക്കുകയാണ്. 3 കുട്ടികളും ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. ഉള്ളിലേക്ക് നോക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും സ്പൈറൽ ആകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ സങ്കീർണമായ വഴികൾ കണ്ടവർ ഞെട്ടിപ്പോവുകയാണ്. മാജിക്കിൽ നിന്നും സംരക്ഷിക്കാൻ മാജിക് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചുള്ള പരീക്ഷയാണിതെന്ന് അലൈറ കുട്ടികളോട് പറഞ്ഞങ്ങനെ അകത്തേക്ക് കടക്കുകയാണ്. ഇതോടെ പുറത്തു ബാക്കിയുള്ളവർ ഒറ്റയ്ക്കായി. നേരമ്പോക്കിനായി കിഫ്രി കോക്കോയോടും ടെറ്റിയോടും ഈ സെർപ്പൻ കേവിനെ കുറിച്ചുള്ള ചരിത്രത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. റൊമണോൺ എന്നൊരു സമൂഹമുണ്ടായിരുന്നു പണ്ട്. വലിയ അഹങ്കാരികളും തങ്ങൾ വലിയ പ്രമാണിമാരാണെന്ന് ചിന്തിക്കുന്നവരുമായൊരു കൂട്ടം ആളുകളായിരുന്നു അവർ.
യോഗ്യതയുള്ളവർക്ക് മാത്രം തങ്ങളുടെ നഗരത്തിലെത്താൻ വേണ്ടിയാണ് അവർ സെർപ്പൻ ബാഗ്, സർപ്പത്തിൻ്റെ പുറം പോലുള്ള ഈ ഒരു രഹസ്യവഴി ഉണ്ടാക്കിയത്. പക്ഷെ അവസാനം അവരുടെ അഹങ്കാരവും വരേണ്യ ബോധവും കാരണം അവർ പരസ്പരം തല്ലിപ്പിരിഞ്ഞ് നശിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് മീനും ചുട്ട് കഴിച്ചിരിക്കെ കോക്കോയ്ക്കൊരു സംശയം. ഇവിടെ മുതിർന്നവരായി വേറെ മന്ത്രവാദികൾ ആരെങ്കിലും എത്തിച്ചേരുമോ? കാരണം ഒരു നിമിഷം ക്ലിഫിന് താഴെ ഒരു രൂപം നിൽക്കുന്ന പോലെ തോന്നി. എന്നാൽ കിഫ്രി അങ്ങനെ ആരും വരാനില്ലെന്ന് പറയുന്നത് കേട്ട് അവൾ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ പക്ഷെ ആരെയും കണ്ടില്ല. തൻ്റെ തോന്നലാണെന്ന് കരുതി കോക്കോ തിരിക്കുമ്പോൾ എന്നാൽ അതൊരു തോന്നലല്ല, അവിടെ ഒരു നീചശക്തി ഉണ്ട്. പുതുതായി എത്തിയിട്ടുള്ള ശരീരമില്ലാത്ത ആ ബ്രിംഡ്. അപ്പോൾ അപകടമാണ് കാര്യങ്ങൾ. ഇന്നേരം പരീക്ഷണത്തിനായി അകത്തേക്ക് കയറിയവരാകട്ടെ രഹസ്യവഴിയിലൂടെ എങ്ങനെ പറഞ്ഞ് അപ്പുറം കടക്കാം എന്ന സംശയത്തിൽ നിൽക്കുവാണ്. ഡോക്ടർ അലേറയ്ക്ക് ഇതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാനാകില്ല. വളരെ എളുപ്പമാണെന്ന് കരുതി റിച്ചി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഗ്രാവിറ്റി അവളെ ചതിച്ചു. കാരണം വളഞ്ഞും പൊളഞ്ഞും കിടക്കുമ്പോൾ ഗ്രാവിറ്റി അതനുസരിച്ച് മാജിക്കിലാണ് പ്രവർത്തിക്കുന്നത്. അവൾക്ക് അവളുടെ ശരീരത്തിന് നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് ഈ സെർപ്പൻ കേവ് ഗുഹ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇയൂനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് അവളെ രക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നു. അവൻ അവളെ തിരിച്ച് ആ വഴിയിൽ സുരക്ഷിതമായി എത്തിച്ചതിന് ശേഷം കുട്ടികൾക്കൊരു കാര്യം മനസ്സിലായി. ആ വഴിയിലെ ഓരോ കല്ലുകളും യഥാർത്ഥത്തിൽ ഓരോ കാസ്റ്റിംഗ് സീലുകൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേതൊക്കെ കല്ലുകളാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നോക്കാൻ അഗോത്ത് വാട്ടർ മാജിക് ഉപയോഗിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായി കൊണ്ടിരിക്കെ ഈ സമയത്ത് റിച്ച് അവളുടെ പഴയ ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. അവളുടെ പഴയ അധ്യാപകൻ എപ്പോഴും അവളുടെ മാജിക്കുകളെ വിമർശിക്കുകയും അതൊക്കെ വെറും പാഴാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മ വന്നു. ശരിയായ രീതിയിലുള്ള മാജിക് മാത്രമേ ചെയ്യാവൂ എന്ന് ചിന്തിക്കുന്നത് തന്നെ അവൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് അവളുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അവൾ അവളുടെ ക്രിസ്റ്റൽ റിബൺ മാജിക് ഉപയോഗിച്ച് ആ മെർഫൺ വർഗത്തെ ആകർഷിക്കുകയും അതിനെ വഴി നടത്തുകയും ചെയ്തു. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, മറിച്ച് അവളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അവൾക്ക് കഴിയുമെന്ന് അവൾ ഇതുവഴി തെളിയിച്ചു. അതിനുശേഷം ആ സംഘം എളുപ്പത്തിൽ അവളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറി. പക്ഷേ പെട്ടെന്ന് ആ വഴിയിലൊരു വലിയ വിടവ് അവർ കണ്ടു. അതായത് ഇതുവരെ ചെയ്ത പോലെ അവർക്ക് വെറുതെ നടക്കാനോ ചാടാനോ ഇനി കഴിയില്ല എന്ന് ചുരുക്കം. ഇവിടെയും റിച്ച് തന്നെയാണ് ആദ്യം മുന്നോട്ട് വന്നത്. ആ കല്ലുകളിലെ കാസ്റ്റിംഗ് സീൽ അതേപടി കോപ്പി ചെയ്ത് സ്വന്തം മാജിക്കുമായി ചേർത്ത് ഉപയോഗിച്ചാൽ മതി എന്നവൾ പറഞ്ഞു. വളരെ ആത്മവിശ്വാസത്തോടെ അവളൊരു ഫ്ലെക്സിബിളായ കല്ല് കൊണ്ടുള്ള റിബൺ ഉണ്ടാക്കി. അത് അവളുടെയും അവളുടെ മിർഫോണിയും പൊതിഞ്ഞ് അപ്പുറത്തേക്ക് സുരക്ഷിതമായി എത്തിച്ചു. പിന്നാലെ ആഗോത്തും വന്നു. ഈ ഒരു ബുദ്ധി മനസ്സിലാക്കി അവൾ അടുപ്പിച്ചടുപ്പിച്ച് പലതരം കല്ലുകൾ വെച്ച് ഒരു പുതിയ വഴി തന്നെ അവൾ സൃഷ്ടിച്ചു. അപ്പുറത്തെത്തും മുമ്പേ ഈ വഴി തകർന്ന് അവൾ താഴേക്ക് വീഴാൻ പോയെങ്കിലും ഗ്രാവിറ്റി അവളെ തിരിച്ച് തുടക്കത്തിലേക്ക് വലിച്ചിടുന്നതിന് മുമ്പ് തന്നെ അത്ഭുതകരമായി സ്വയം രക്ഷപ്പെട്ടു. കാരണം വീണുപോയ പിന്നെ ഒന്നേയും തുടങ്ങുന്ന പരീക്ഷണമാണിത്. അതോടെ ഇനി ബാക്കിയുള്ളത് ഇയൂനി മാത്രമായി. പക്ഷേ അവനിൽ തന്നെ തീരെ വിശ്വാസമില്ലായിരുന്നു. താൻ ഒരിക്കലും ഈ ടെസ്റ്റ് പാസ്സാകാൻ പോകുന്നില്ല എന്ന് അവൻ വിഷമത്തോടെ പറയാൻ തുടങ്ങി. തനിക്ക് ആവശ്യമായ മാജിക്കുകളൊക്കെ അവൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വഴിയിൽ ഇങ്ങനൊരു വിടവുണ്ടാവുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി പുതിയൊരു കാസ്റ്റിംഗ് സീൽ അവിടെ വെച്ച് വരയ്ക്കുക എന്നവനെ കൊണ്ട് പറ്റുന്ന കാര്യവുമായിരുന്നില്ല. കാരണം മറ്റുള്ളവരെ നോക്കി നിൽക്കുമ്പോൾ മാജിക് വരയ്ക്കുന്നത് തനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ട് നല്ലൊരു സീൽ തനിക്ക് വരയ്ക്കാൻ കഴിയില്ലെന്ന് അവൻ അവരോടായി തുറന്നു പറഞ്ഞു. അവൻ തോൽവി സമ്മതിക്കുന്നതിന് മുമ്പ് അഗോത്ത് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ട്. റിച്ചി അത് നിർത്തി ഒരു ഉപദേശം നൽകി. ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമേ നിനക്ക് വരയ്ക്കാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അതിനായി നീ ഒറ്റയ്ക്കാകാൻ സഹായിക്കുന്ന ഒരു മാജിക് ഉപയോഗിക്കുക തന്നെ വേണം. അവൾ എന്താണ് പറയുന്നതെന്ന് ഇയൂനിക്ക് ആദ്യം മനസ്സിലായില്ല. അവൻ സ്വന്തം വസ്ത്രത്തിനുള്ളിൽ മുഖം ഒളിപ്പിച്ചു. ഈ ബിരുദം കണ്ട് എല്ലാവരും തന്നെ നോക്കി ചിരിക്കുകയാണെന്ന് അവൻ കരുതി. പക്ഷേ അവൻ പതിയെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. തനിക്ക് തടസ്സമായി നിൽക്കുന്നത് തൻ്റെ ഈ മനസ്സ് തന്നെയാണ്. അങ്ങനെ അവൻ അതിൽ നിന്ന് പുറത്തു വന്ന് അത് ചെയ്യാൻ തീരുമാനിച്ചു. താൻ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിലെ സീലുകൾ അവൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കി. അപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ആ കുപ്പായം ധരിച്ച് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ആരും കാണാതെ ടെൻഷനില്ലാതെ വരയ്ക്കാനും കഴിയും. അങ്ങനെ അത്ഭുതകരമായി അലയേറെ വരെ പേടിപ്പിക്കും വിധം അവൻ ആ ഒരു മന്ത്രം പ്രയോഗിച്ചു. ഇപ്പോൾ ആ മിർഫോണിന് അവനെ കാണാൻ കഴിയില്ല. എങ്കിലും ആ മൃഗത്തിൻ്റെ ശബ്ദം മിമിക് ചെയ്യുന്ന സ്പെൽ വെച്ച് അവനതിനെ ആകർഷിച്ചു. അങ്ങനെ വളരെ എളുപ്പത്തിൽ അവനും അവൻ്റെ മിർഫോണും ചേർന്ന് ആ വിടവ് കടന്നു. ഇതിന് റിച്ചിയോട് അവൻ വളരെ നന്ദി പറഞ്ഞു. കാരണം അവൾ നൽകിയ ആത്മവിശ്വാസമാണ് ഇയൂനിക്ക് ധൈര്യം നൽകിയത്. അങ്ങനെ അലയേറെയും കുട്ടികളെ അഭിനന്ദിച്ച് ആ ഒരു ഘട്ടം ശുഭമായി കഴിഞ്ഞു എന്ന് തോന്നിയ നിമിഷം അപ്പോഴാണ് ആ വലിയ പ്രശ്നമുണ്ടാകുന്നത്. പെട്ടെന്ന് ബ്രിംഡ് ക്യാപ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. അത് അലയേറയെ പിടികൂടുന്നു. നിമിഷ നേരം കൊണ്ടവൾ കുട്ടികളെ സംരക്ഷിക്കാനുള്ള മന്ത്രം ഉപയോഗിച്ച് തൊട്ടടുത്ത നിമിഷം തലയിലെ പോയിന്റഡ് ഹാറ്റ് പറപ്പിച്ചു വിടുന്നു. അതൊരു ദൂത് പോലെ അപായം അറിയിക്കാനായി പറക്കുമ്പോൾ അലയേറ കുട്ടികളോടായി ഇത് വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിക്കുന്നവരാണെന്നും ഇവരുടെ കയ്യിൽപ്പെടാതെ വളരെ വേഗത്തിൽ ഇവിടുന്നോടി രക്ഷപ്പെടാനും ഷൗട്ട് ചെയ്യുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ദുർമാന്ത്രികൻ അവളെ അപ്രത്യക്ഷമാക്കി തട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ ഉദ്വേഗജനകമായൊരു സന്ദർഭം. ആ പോയിന്റഡ് ഹാറ്റ് എത്രയും പെട്ടെന്ന് എത്തേണ്ട ലെവലിലേക്ക് എത്തി ഈ അപകടം അറിയിച്ചില്ലെങ്കിൽ
കുട്ടികളുടെയും അലേറിയുടെയും ജീവൻ തന്നെ അപകടത്തിലാകും. ഇതൊക്കെ നടക്കുമ്പോഴും കോക്കയാണ് അവിടെ പ്രധാന ടാർഗറ്റ്. ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.